സൃഷ്ടിയുടെ ഹൃദയത്തിൽ നിന്ന് നീല അഗ്നിജ്വാലയുള്ള ഒരു മാർജാരൻ ജ്വലിക്കുന്നു. നഖങ്ങൾ കൊണ്ട് വിധി സ്വയം മുറിച്ച് ജ്വലിക്കുന്ന ഒരു തരം മൃഗം. ടെൻ ടൈൽസിന്റെ കോപത്തിൽ നിന്ന് ജനിച്ച ഒരു രാക്ഷസൻ. നീല ജ്വാലകളിൽ പൊതിഞ്ഞ ഒരു മാർജാര വംശം തന്നെ. അവളുടെ ജ്വാലകൾ വെറുപ്പിനേക്കാൾ ചൂടോടെ ജ്വലിക്കുന്നു. അവളുടെ വേഗത മിന്നലിനെ വെല്ലുന്നു. അഗ്നിയുടെ ദ്വന്ദ്വത്തിന്റെ, നാശത്തിന്റെ, ഊഷ്മളതയുടെ, വിശ്വസ്തതയുടെ മൂർത്തിഭാവമാണവൾ. ഇതിഹാസത്തിന്റെ നിഴലുകളിൽ നിന്ന് ജീവനുള്ള ജ്വാലയുള്ള ഒരു മൃഗം തന്നെ ഷിനോബി ലോകത്തിൽ ജനിച്ചിരിക്കുന്നു. വെറുപ്പുകൊണ്ടല്ല, മറിച്ച് ബഹുമാനത്താൽ ബന്ധിതയാണിവൾ. എന്നാൽ ക്രോധഭാവത്തിൽ ഇവളുടെ ഗർജനം പർവ്വതങ്ങളും തകർക്കും, സൈന്യങ്ങളെ ചിതറിക്കും. അതെ, 10 ടൈൽസിൽ നിന്ന് കെട്ടിച്ചമച്ച് തീജ്വാലകളാൽ മൃദുവാക്കപ്പെട്ടത് ഒരു ഇതിഹാസമായി ഓർക്കുന്ന 2 ടൈൽസ് എന്ന അപരനാമമുള്ള മതടാബി. ഓക്കെ ഫൈൻ. നാറുട്ടോ യൂണിവേഴ്സിലെ ടെയിൽഡ് ബീസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത്. അതെ, 2 ടൈൽഡ് ബീസ്റ്റ് ആയിട്ടുള്ള മതടാബിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 ടൈൽഡിന്റെ ഹിസ്റ്ററിയും ഒറിജിൻ ആൻഡ് പേഴ്സണാലിറ്റിയും പവേഴ്സും ജിഞ്ചുറുക്കികളും മേജർ ബാറ്റിൽസും ലെഗസിയും നോക്കുന്നതായിരിക്കും. അതെ, മതടാബി ദ 2 ടൈൽസ്. ഒറിജിൻ ആൻഡ് ക്രിയേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ അന്ന് 1 ടൈലിന്റെ പറഞ്ഞതുപോലെ തന്നെ ഓഗറോമോ ഔട്സുത്സുക്കി എന്ന് പറയുന്ന സേജ് ഓഫ് 6 പാത്ത് 10 ടൈൽസ് എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് 9 ഡിഫറെന്റ് ടൈൽഡ് ബീസ്റ്റുകളാക്കി ലോകത്തിലെ ഓരോ കോണുകളിലും കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്ന് തന്നെ പറയാം. അതിലെ തന്നെ രണ്ടാമത്തെ എൻറ്റിറ്റിയാണ് ഈ പറയുന്ന 2 ടൈൽഡ് ബീസ്റ്റ് അഥവാ മതടാബി. മതടാബി എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റ്നിപ്പ് എന്നാണ്. അതായത് ജാപ്പനീസിൽ കാറ്റ്നിപ്പ് എന്നാണ് മതടാബിയുടെ ആ ഒരു നെയിമിന്റെ മീനിങ്. അതായത് നാടോടി കഥകളിൽ, ഫോൾക്ലോറിലൊക്കെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ക്യാറ്റ്സിനെ വിളിക്കുന്ന ഒരു പേര് തന്നെയാണ് ഈ കാറ്റ്നിപ്പ് അല്ലെങ്കിൽ മതടാബി. ഇതിന്റെ ഡിസൈനും ആ ഒരു ഫോൾക്ലോർ അല്ലെങ്കിൽ നാടോടി കഥകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. എടുത്തു പറയുകയാണെങ്കിൽ ബാക്കേനേക്കോ എന്ന് പറയുന്ന ലെജൻഡറി ജാപ്പനീസ് കാറ്റ്സിന്റെ ആ ഒരു ഫോർക്ക്ഡ് ടെയിലും സ്പിരിച്വൽ പവറും ഒക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് മതടാബിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ടൈൽഡ് ബീസ്റ്റിന്റെ 2 വാലുകൾ സിംബലൈസ് ചെയ്യുന്നത് ഡ്യുവാലിറ്റിനെയാണ്. അതെ, ഡിസ്ട്രക്ഷനും കൺട്രോളും. എന്തിനെ? കയോസും എലഗൻസും കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള ഉന്മൂലന നാശത്തിനെയുമാണ് ഈ 2 വാലുകൾ സിംബോളൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അപ്പിയറൻസ് നോക്കാം. ആനിമയിലാണെങ്കിലും മാങ്കയിലാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അപ്പിയറൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതെ, ജൈജാന്റിക് ബ്ലൂ ഫ്ലെയിമിങ്ങിലെ ഒരു പൂച്ച തന്നെയാണ് ഈ പറയുന്ന മതടാബി. ഇനി നമുക്ക് മതടാബിയുടെ പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ ഷുക്കാക്കുവിനെയും കുറാമേനെ പോലും ഒന്നും ആയിരുന്നില്ല. മതടാബിക്ക് ഇത്രയും വലിയ ഹെയ്റ്റ് ഒന്നും ഹ്യൂമൻസിനോട് ഇല്ലായിരുന്നു. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ കാം ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബീസ്റ്റ് ആയിരുന്നു, ഒരു ടൈൽഡ് ബീസ്റ്റ് ആയിരുന്നു മതടാബി. ടൈൽഡ് ബീസ്റ്റുകളിൽ തന്നെ ഏറ്റവും സ്മാർട്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ടൈൽഡ് ബീസ്റ്റ് ആണ് ഈ മതടാബി. മതടാബിയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പവർ ഫയർ മാസ്റ്ററി. അതെ, സ്പെഷ്യലൈസ് ഇൻ ബ്ലൂ ഫ്ലെയിംസ് എന്ന് തന്നെ പറയാം. ഹോട്ടർ ആൻഡ് ഡെൻസർ ദാൻ നോർമൽ ഫയർ. ഈ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് മാസീവ് ആയിട്ടുള്ള ഫ്ലെയിം ബേസ്റ്റ് ചെയ്യാനും ഫയർ ബോൾസിനെ ക്രിയേറ്റ് ചെയ്യാനും ഒരു ക്ലോക്ക് തന്നെ അവളുടെ ദേഹത്തോടെ കത്തിജ്വലിക്കുന്ന ഒരു നീല നരകം തന്നെ ദേഹത്തിൽ ആവാഹിക്കാനും നമ്മുടെ ഈ പറഞ്ഞ മതടാബിക്ക് കഴിയും. 10 ടൈൽസ് ചക്ര റിസർവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇമ്മൻസ് ആയിട്ടുള്ള ചക്രയാണ് നമ്മുടെ ഷുക്കാക്കുവിന് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മതടാബിക്ക് ഉള്ളത്. അതായത് നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇനഫ് ടു ഫൈറ്റ് ഫോർ ഡേയ്സ്, ഡിസ്ട്രോയ് ലാൻഡ്സ്കേപ്സ് ആൻഡ് ഓവർകം എൻറ്റയർ ആർമീസ് എന്നാണ് പറയുന്നത്. പിന്നീടുള്ള പവർ എല്ലാ ടൈൽഡ് ബീസ്റ്റിനും ഉള്ളതുപോലെ തന്നെ ആ ഒരു ടൈൽഡ് ബീസ്റ്റ് ബോൾ ആണ്. അതെ, ബിജുഡാമ. പിന്നെ ഒരു പവർ എന്ന് പറയുന്നത് ഇതിന്റെ സ്പീഡാണ്. അതെ, ഇതിന്റെ സാധാരണ ടൈൽഡ് ബീസ്റ്റിനേക്കാളും നല്ല രീതിയിൽ റിഫ്ലെക്സ് ഉള്ള ഒരു ക്യാറ്റാണ് മതടാബി. നമുക്കറിയാലോ, നോർമൽ ക്യാറ്റ്സിന് പോലും അന്യമായിട്ടുള്ള റിഫ്ലെക്സ് ആണ്. അപ്പോൾ ഇത്രയും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാറ്റിന്റെ കാര്യം ആലോചിച്ചാൽ മതി. അതോടൊപ്പം തന്നെ മതടാബിയുടെ 2 ടൈൽസും ഭയങ്കര വെർസറ്റൈലാണ്. ബാക്കിയുള്ള ടൈൽഡ് ബീസ്റ്റുകളിൽ നിന്നും ഒഫൻസിനും ഡിഫൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന 2 വാലുകളുള്ള ഒരു ഭീകരം തന്നെയാണ് ഈ പറഞ്ഞ മതടാബി. പിന്നെ ബാക്കിയുള്ള എല്ലാ ടൈൽഡ് ബീസ്റ്റിനും ഉള്ളതുപോലെ തന്നെ സെൻസറി ടെലിപ്പതി പവേഴ്സും ഉണ്ട്, ഡയമെൻഷണൽ കണക്ഷനുമുണ്ട്. ഇനി നമുക്ക് നോൺ ആയിട്ടുള്ള ജിഞ്ചുറിക്കുകളെ നോക്കാം. മതടാബിയുടെ ജിഞ്ചുറിക്കുകൾ. ഒന്നാമത്തെ ജിഞ്ചുറിക്കി, യെസ്, യുഗീറ്റോ. ഹിഡൻ ക്ലൗഡിലെ അല്ലെങ്കിൽ നമ്മുടെ കുമോഗാക്കുറയിലെ ഹൈ റാങ്കിങ് കുനോയിജിയാണ് യുഗീറ്റോ. ഈ യുഗീറ്റോ മാത്രമാണ് മതടാബിയുടെ ഫുൾ പവർ മാസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് പറയുന്നു. അതിനുള്ള എക്സാമ്പിളാണ് ഈ ബാറ്റിൽ റെക്കോർഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കാട്സുക്കി മെമ്പർ ആയിട്ടുള്ള ഹിഡൻ ആൻഡ് കക്കാസു ആയിട്ടുള്ള ഫൈറ്റ്.
ഹിഡൻ അവിടെ ഇമ്മോർട്ടൽ ആയതുകൊണ്ട് മാത്രമാണ് അവന് ഒരു എഡ്ജ് കിട്ടിയെന്ന് പറയാം. എന്നിരുന്നാലും മത്തറ്റാബിനെ ക്യാപ്ചർ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യുഗീറ്റോനെ കൊല്ലുകയാണ് ഉണ്ടായത്. പിന്നെ നോൺ ആയിട്ടുള്ളത് നമ്മുടെ ഒബീറ്റോ വെച്ചിരിക്കുകയാണ്. യെസ്, 10 tails ഇഞ്ചുറിക്ക് ആകുമ്പോൾ ഏതായാലും ഈ പവറും കാണുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലും നറൂട്ടോ ഉസുമാക്കിയും ടെമ്പററി ആയിട്ട് എല്ലാ ബിജുവിൻ്റെ ചക്രയും യൂസ് ചെയ്തിട്ടുണ്ട്. സോ നോൺ ഹോസ്റ്റുകൾ ഇവരൊക്കെ തന്നെയാണ്. ഹിസ്റ്ററി ആൻഡ് ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വില്ലേജിലെയും ആ ഒരു 10 tailed ബീസ്റ്റിനെ കണ്ടൻസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ മത്തറ്റാബിനെയും അത്ര രീതിയിൽ കണ്ടൻസ് ചെയ്തില്ലെങ്കിലും ഒരു ഹേറ്റ്രഡ് ഹ്യൂമനോട് ഉണ്ടാക്കാത്ത വിധം നമ്മുടെ കുമോഗാക്കുറയിലെ ആ ഒരു വില്ലേജിലെ ആൾക്കാർ മത്തറ്റാബിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോസ്റ്റ് വാർ നോക്കുകയാണെങ്കിൽ ഹോഗറോമ വന്ന് കാര്യങ്ങളെല്ലാം ഡീലാക്കി കഴിഞ്ഞ് മത്തറ്റാബി ഉൾപ്പെടെയുള്ള എല്ലാ ടൈൽഡ് ബേസ്റ്റും നറൂട്ടോ ആയിട്ട് സ്പിരിച്വലി ലിങ്ക് ചെയ്യാമെന്നും റീയുണൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. മത്തറ്റാബി അല്ലെങ്കിൽ 2 tailsന്റെ സിംബോളിസം ആൻഡ് ലെഗസി നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡിസ്ട്രക്ഷൻ ആൻഡ് വാംതാണ് ആ ഒരു മെയിൻ ആയിട്ടുള്ള 2 വാലുകളും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സിംബോളിസ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുക അല്ലെങ്കിൽ ലെഗസി എന്ന് പറയുന്നത് നമ്മുടെ യുഗീറ്റോ ആയിട്ടുള്ള ആ ഒരു റെസ്പെക്ട്ഫുൾ ബോണ്ടാണ്. അതായത് ടൈൽഡ് ബീസ്റ്റിനും ഹ്യൂമൻസിനെ ഒരു ഹേറ്റഡോടെ അല്ല നല്ല രീതിയിൽ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഹോഗറോമോ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമൻസിനും ടൈൽഡ് ബീസ്റ്റിനും കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഏറ്റവും പ്രഥമമായ ഒരു എക്സാമ്പിൾ തന്നെയാണ് യുഗീറ്റോയും നമ്മുടെ ടൈൽഡ് ബീസ്റ്റും, അതായത് 2 tailed ബീസ്റ്റ് ആയിട്ടുള്ള മത്തറ്റാബിയും തമ്മിലുള്ള ബന്ധം. ഇവർ മാത്രമാണ് ഏറ്റവും ആദ്യം തൊട്ട് തന്നെ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ടൈൽഡ് ബീസ്റ്റ് ആൻഡ് ഹോസ്റ്റ്. നറൂട്ടോ യൂണിവേഴ്സിൽ മത്തറ്റാബിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നിരുന്നാലും എനിക്കിതിനൊരു സ്പിൻ ഓഫ് വന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം കുറഞ്ഞ സ്ക്രീൻ ടൈം ഉള്ളതെങ്കിലും നമ്മളെല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരു ടൈൽഡ് ബീസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ മത്തറ്റാബി. ഏതായാലും ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കാം. ഇനിയും നറൂട്ടോ യൂണിവേഴ്സിൽ നമുക്ക് ബാക്കിയുള്ള ടൈൽഡ് ബീസ്റ്റിനെങ്കിലും എക്സ്പ്ലനേഷൻ ചെയ്യാനുണ്ട്. സോ അതുമായിട്ടുള്ള ഒരു ജുത്സു വീഡിയോ അല്ലെങ്കിൽ ക്യാരക്ടർ അനാലിസിസ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Told you long ago